ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിന്റെ അധ്യക്ഷനായി തെരഞ്ഞെടുത്ത സാമുവൽ മാർ തിയോഫിലസ് മെത്രാപ്പൊലീത്തയുടെ സ്ഥാനാരോഹണ ചടങ്ങ് പുരോഗമിക്കുകയാണ്. തത്സമയത്തിലേക്ക് നാം എല്ലാവരും നമസ്കരിച്ച് കർത്താവിനോട് കരുണയും സഹായവും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പുകഴ്ചയും ആരാധനയും കുറഞ്ഞു പോകാത്ത ആദരവും നിത്യവും ഇടപെടാതെ കരേറ്റുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. പ്രകാശത്തിന് മുമ്പ് മൂന്ന് കതിരുകളുള്ള ഏകസ്തുതിയും മൂന്ന് കാന്തിയുള്ള ഏകസ്തോത്രവും മൂന്ന് ദീപ്തിയുള്ള ഏകപുകഴ്ചയുണ്ടായിരിക്കട്ടെ. എന്തെന്നാൽ അതിൽ നിന്ന് സ്വർഗീയരും ആത്മീയരും പ്രകാശിപ്പിക്കുന്നവരും പ്രകാശകരും ഭൂമിയിലെ നമ്മുടെ സഭയുടെ മാതൃകീയമായ മാലാഖമാരുടെ സംഘം പ്രകാശം കൈക്കൊള്ളുന്നു. അതിലെ ജ്ഞാനപ്രകാശത്താലും പരിശുദ്ധാത്മാവിന്റെ ദാനത്താലും തിരുവല്ലയിലെ സെന്റ് തോമസ് ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് കത്തീഡ്രലിൽ വെച്ചാണ് സ്ഥാനാരോഹണ ചടങ്ങ് പുരോഗമിക്കുന്നത്. സുജു ടി ബാബു വിവരങ്ങൾ നൽകാൻ ചേരുകയാണ്. സുജു, ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിന്റെ പുതിയ അധ്യക്ഷനായി അദ്ദേഹം സ്ഥാനമേൽക്കുകയാണ്. ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? എങ്ങനെയാണ് സ്ഥാനാരോഹണ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. ഇപ്പോൾ ബിലീവേഴ്സ് ചർച്ചിന്റെ സഭാസ്ഥാനത്തെ സെന്റ് തോമസ് ചർച്ചിൽ വെച്ചാണ് ഈ ചടങ്ങുകൾ പുരോഗമിക്കുന്നത്. ഇനി മുതൽ സഭയുടെ പരമാധ്യക്ഷനായി ചുമതലയേൽക്കുന്നത് സാമുവൽ മാർ തിയോഫിലസ് മെത്രാപ്പൊലീത്തയാണ്. അദ്ദേഹത്തിന് പ്രത്യേക ചടങ്ങുകൾ തന്നെയുണ്ട്. സഭയ്ക്കുള്ളിൽ നടക്കുന്ന ഈ പള്ളിക്കുള്ളിൽ നടക്കുന്ന കുർബാന ചടങ്ങിന് മധ്യയാണ് ഈ സ്ഥാനാരോഹണ ചടങ്ങ് പുരോഗമിക്കുന്നത്. അതിൽ കുർബാന കഴിഞ്ഞു. അതിന്റെ തുടർച്ചയായിട്ട് തന്നെയാണ് ഇപ്പോൾ ഈ സ്ഥാനാരോഹണ ചടങ്ങും നടക്കുക. ആദ്യം അദ്ദേഹത്തിനെ പറ്റി ഒരു പ്രൊഫൈൽ ഇപ്പോൾ സഭയുടെ വക്താവ് കൂടിയായിരിക്കുന്ന ഫാദർ സിജോ പന്തമ്പള്ളിയിൽ അച്ഛൻ വായിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഇപ്പോൾ ഈ പ്രത്യേക പ്രാർത്ഥനകൾ ആരംഭിച്ചിരിക്കുന്ന. അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ പ്രാർത്ഥന ചടങ്ങുകൾ അവസാനിക്കും. സഭയിലെ മുതിർന്ന എപ്പിസ്കോപ്പിയും ഡൽഹി അതിഭദ്രാസന അധിപനുമായ ജോൺ മോർ ഐറനസ് തിരുമേനിയാണ് ഇതിന് കാർമ്മികത്വം വഹിക്കുന്നത്. അദ്ദേഹത്തിന്റെ കാർമ്മികത്വത്തിലാണ് നമ്മളിപ്പോൾ കാണുന്ന ഈ ചടങ്ങുകൾ പുരോഗമിക്കുന്നത്. സഭയെ സംബന്ധിച്ചോളം ഏറെ പ്രധാനപ്പെട്ട ഒരു ദിവസം കൂടിയാണ് കടന്നു പോകുന്നത്. സഭയുടെ പ്രഥമ മെത്രാപ്പൊലീത്തയായിരുന്ന അത്തേനേഷ്യസ് മാർ യോഹാൻ മെത്രാപ്പൊലീത്തയുടെ വിചാരിതമായുള്ള വിയോഗത്തിന് തുടർന്നാണ് ഇപ്പോൾ സഭയ്ക്ക് പുതിയ പരമാധ്യക്ഷനെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ചേർന്ന സിനഡ് യോഗത്തിലാണ് സഭയുടെ രണ്ടാമത്തെ മെത്രാപ്പൊലീത്തയായി സാമുവൽ മാർ തിയോഫിലസ് തിരുമേനിയെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. അദ്ദേഹം നിലവിൽ ചെന്നൈ അതിഭദ്രാസന അധിപനായിരുന്നു. 2006 അദ്ദേഹം ബിഷപ്പായി ചുമതലയേൽക്കുന്നത്. പിന്നീട് വിവിധ ബാംഗ്ലൂരു ഭദ്രാസന ബിഷപ്പായും പിന്നീട് ചെന്നൈ ഭദ്രാസന ബിഷപ്പായും അദ്ദേഹം സ്ഥാനം വഹിച്ചിരുന്നു. അതിനുശേഷം ചെന്നൈ അതിഭദ്രാസന ബിഷപ്പും ആയി തുടർന്നിടെയാണ് ഇപ്പോൾ സഭയുടെ പരമാധ്യക്ഷനായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ ചടങ്ങുകൾക്ക് ശേഷം സഭയുടെ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന അത്താനിഷ് യോഹാൻ കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന അനുമോദന സമ്മേളനമുണ്ട്. ആ അനുമോദന സമ്മേളനം മർത്തോമ സഭയുടെ പരമാധ്യക്ഷനായിരിക്കുന്ന മർത്തോമ തിയോഡിസിസ് മർത്തോമ മെത്രാപ്പൊലീത്ത അനുമോദന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. അതിൽ മന്ത്രി സജി ചെറിയാൻ, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, MLA മാത്യു തോമസ്, മറ്റ് സഭകളിലെ തിരുമേനിമാർ, മത സാമൂഹിക രംഗങ്ങളിലെ പ്രമുഖരും പങ്കെടുക്കും. എന്തായാലും ഇപ്പോൾ സ്ഥാനാരോഹണ ചടങ്ങുകൾ പുരോഗമിക്കുവാണ്. സഭയെ സംബന്ധിച്ചോളം രണ്ടാമത്തെ മെത്രാപ്പൊലീത്തയാണ് ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിന്റെ. അതിലെ ആ ചടങ്ങുകളാണ് സഭ ആസ്ഥാനത്ത് വെച്ച് നടത്തുന്നത്. ഈ ഇപ്പോൾ നടക്കുന്ന സെന്റ് തോമസ് കത്തീഡ്രൽ പള്ളിയുടെ സമീപത്താണ് പ്രഥമ മെത്രാപ്പൊലീത്തയായിരുന്ന അത്താനിഷസ് യോഹാൻ പ്രഥമന്റെ ഖബറടക്കിയിരിക്കുന്നത്. രാവിലെ ഈ ചടങ്ങുകൾക്ക് മുമ്പായി തന്നെ സഭാവിശ്വാസികൾ മെത്രാപ്പൊലീത്തയെ പുതുതായി നിയുക്ത മെത്രാപ്പൊലീത്തയെ സഭയിലേക്ക് ഈ പള്ളിക്കുള്ളിലേക്ക് ആനയിച്ചു കൊണ്ടുവന്നു. അതിനുശേഷം കുർബാന ആരംഭിച്ചു. അതിന്റെ മധ്യയാണ് ഇപ്പോൾ ഈ ചടങ്ങുകൾ പുരോഗമിക്കുന്നത്. അഞ്ജന. ശരി, സജുവാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിന്റെ അധ്യക്ഷനായിക്കൊണ്ട് തിരഞ്ഞെടുത്തിട്ടുള്ള സാമുവൽ മാർ തിയോഫിലസ് മെത്രാപ്പൊലീത്തയുടെ സ്ഥാനാരോഹണ ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്.